ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങൾ മോഹൻലാലിന്. ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന് ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? ഹായ് എവരിവൺ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഈ ടിനി ടോമിന്റെയും അൻസിബയുടെയും ആ ഒരു കേസിനകത്ത് കുറച്ച് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീനാക്കുറുപ്പ് അമ്മയിൽ എഴുതി കൊടുത്ത പരാതികളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആലപ്പി അഷ്റഫിന്റെ യൂട്യൂബ് ചാനലിലാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഈ ടിനി ടോം എത്രത്തോളം ഒരു നാറിയാണെന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പച്ചത്തെറിയാണ് ഇയാള് സ്ത്രീകളെ വിളിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇയാള് ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇയാളുടെ പിടിപാടും കാര്യങ്ങളും വെച്ചിട്ടാണ് അത് മറയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഇയാളെ കുറിച്ച് വീഡിയോ ചെയ്താലോ അല്ലെങ്കിൽ ആരെങ്കിലും ഫേസ്ബുക്കിൽ ഇയാളെ കുറിച്ച് എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാലോ അന്നേരം അങ്ങ് ഇയാളെ ഇറങ്ങുവാണ്. സൈബർ സെല്ല് വരെ വിളിച്ച് പറയിപ്പിക്കാനും അക്കൗണ്ട് പൂട്ടിക്കാനും ഒക്കെ നടക്കുവാണ്. എന്തായാലും നമ്മൾ ടിനി ടോമിന്റെ മകന്റെ ഒരു പ്രകടനവും നമ്മൾ കണ്ടതാണല്ലോ. നീനാക്കുറുപ്പ് എഴുതി കൊടുത്ത ഒരു പരാതിയുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിലെ അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച് അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂ മോളെ, നിന്റെ അമ്മയുടെ ഡാഷ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും കേട്ടില്ലേ, ഒരു സ്ത്രീയെ വിളിക്കുന്ന വാക്കുകളാണ് ടിനി ടോം. ഇയാൾ എത്രത്തോളം ഒരു കള്ളനും ക്രിമിനലും ആണെന്ന് വ്യക്തമാണ് ഇതിൽ നിന്ന്. ഇതെന്തായാലും നിങ്ങൾക്കൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കണം. പെണ്ണുങ്ങളോ അല്ല ആണത്തം കാണിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ടിനി ടോമിനെ എന്നേക്കുമായിട്ട് സിനിമയിൽ ബാൻ ചെയ്യുകയാണ് വേണ്ടത്. വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈമുട്ട് മുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ നിങ്ങൾ എന്നെ ആലോചിച്ചു, ശ്വേതാമേനോന്റെ ഒരു നിലപാട് കണ്ടില്ലേ? പൊട്ടിച്ചിരിച്ചാണ് ആ പുള്ളിക്കാരി നിൽക്കുന്നത്, ഒന്നും സംഭവിക്കാത്ത പോലെ. ശരിക്കും ശ്വേതാമേനോനൊക്കെ ആ ഒരു സ്ഥാനത്തോട്ട് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. വലിയ വലിയ രീതികളിൽ കംപ്ലൈന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ശ്വേതാമേനോ അത് പരിഹരിക്കാനുണ്ടാവുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിനിമാ ഫീൽഡിൽ തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിനെതിരെയൊക്കെ പുള്ളിക്കാരി പ്രതികരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ നടക്കുന്ന എന്തോ ഒരു തേങ്ങയും നടക്കുന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം എന്തോ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അമ്പലം എന്തോ 75 ലക്ഷം രൂപ എങ്ങാണ്ട് അമ്മയ്ക്ക് കൊടുത്തിട്ട് ഒരു പരസ്യത്തിന്റെ എന്തോ ഒരു സംഭവമാണ് വന്നത്. ഈ ഭക്തജനങ്ങളുടെ പൈസയൊക്കെ എടുത്തു വെച്ചിട്ടാണോ നിങ്ങൾ ഈ പരിപാടി സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നത്? ഈ അമ്പലത്തിലൊക്കെ എന്തിനാണ് ഇങ്ങനെ പൈസ കൊടുക്കുന്നത്? അമ്പലം ഒക്കെ എന്തിനാണ് ഇങ്ങനെ പൈസ കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ പറയുന്ന അമ്പലത്തിലെ പൈസ എന്തിനാണ് ഈ അമ്മ വാങ്ങിക്കാൻ പോകുന്നത്? അമ്മ എന്ന് പറയുന്ന സംഘടന വാങ്ങിക്കാൻ പോകുന്നത്. അതും ഈ 75 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പ് എടുക്കേണ്ട ആവശ്യം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കും. നല്ല ലക്ഷങ്ങൾ കിട്ടുന്ന ആൾക്കാരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ലക്ഷങ്ങൾ കിട്ടുന്ന ആൾക്കാരാണ് ഈ സിനിമയിൽ ഫീൽഡിലുള്ളത്. ഒന്ന് ആലോചിക്കും, ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് എത്ര ലക്ഷം രൂപ ആയിരിക്കും ഇവർ വാങ്ങിക്കുന്നത്? ഈ ശ്വേതാമേനോനൊക്കെ 75 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് അമ്പലത്തിനെ സമീപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമല്ലേ ഇത്? പലരും ഇതിന് സാക്ഷിയാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും എന്തുകൊണ്ട് ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ട് ഇയാൾക്കെതിരെ ആക്ഷൻ എടുത്തില്ല? ശരിക്കും പറഞ്ഞാൽ അൻസിബ ഇതിൽ നിന്നും പിന്മാറാതെ ഇതുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം മാക്സിമം സപ്പോർട്ട് അൻസിബയ്ക്ക് ഇപ്പൊ ഉണ്ട്. കുറച്ചു നാൾ കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ല. ഈ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ പുറകെ പോകേണ്ടത്. ഇവരൊന്നും ഒരിക്കലും വെറുതെ വിടരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരുപാട് കളിയാക്കലുകൾ ഈ അൻസിബയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മേത്തച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുസ്ലിമിൻ ആയതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ പുള്ളിക്കാരിനെ കളിയാക്കിയിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ മേത്തച്ചി ആയിട്ടുള്ള ഒരു ഇതിൽ പെട്ട ആളാണ് മമ്മൂട്ടി. മമ്മൂട്ടിനെ എങ്ങനെ ഈ പുള്ളിക്കാരനെ ബഹുമാനിക്കാൻ പറ്റുമോ? അപ്പൊ ടിനി ടോമിന് എങ്ങനെ മമ്മൂട്ടിയെ ബഹുമാനിക്കാൻ പറ്റും? കാരണം മമ്മൂട്ടി ഒരു മുസ്ലിം അല്ലേ? കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്
ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും ജാതിയുടെ വിഷയം എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ ഡ്രൈവറിനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതെല്ലാം ഭയങ്കര എവിഡന്റ് ആണ്, നമ്മൾ കേട്ടതുമാണ്. ജാതി മാറ്റാൻ പോകുന്നു നമ്മുടെ ഡ്രൈവറിനെ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആര് പറഞ്ഞു എന്ന രീതിയിൽ നമുക്ക് അറിയത്തില്ല. പുള്ളിക്കാരനാണെങ്കിൽ അത് തുറന്നു പറയുന്നില്ല. എന്റെ ഒരു കണക്കൂട്ടല് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ടിനി ടോമിന്റെ പരിപാടികൾ തന്നെയാണ്. ഈ ടിനി ടോമിനെതിരെ അലിഗേഷൻസ് വരുന്നത് ഇന്നും ഇന്നലെ ഒന്നുമല്ല. ഈ ഒരു സ്ത്രീയെ വിളിക്കേണ്ട കാര്യങ്ങളൊക്കെയാണോ ഇത്, വാക്കുകളൊക്കെയാണോ ഇത്? ഈ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു നടി ഉണ്ടായിരുന്നല്ലോ, നേരത്തെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടൊക്കെ സംസാരിച്ചോണ്ട് വന്നല്ലോ. ഇപ്പൊ എവിടെ പോയി അവര്? ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾ എന്ത് ഇതായിക്കോട്ടെ, എന്ത് തോന്നിയാസം കാണിച്ചാലും, കള്ളി കുടിക്കലായിക്കോട്ടെ, പെണ്ണ് പിടിക്കലായിക്കോട്ടെ, എന്ത് തോന്നിയാസം കാണിച്ചാലും അവർക്കെതിരെ സപ്പോർട്ടീവായിട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് പ്രിയങ്കയെ എനിക്കിപ്പോ കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഓവറാണ് പ്രിയങ്ക കാണിക്കുന്നത്. ഒരു സ്ത്രീക്ക് ചേരുന്ന പരിപാടിയല്ല നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നിയാസം കാണിച്ചാലും ഈ പ്രിയങ്ക പറയുന്ന അവരടിപൊളിയാ എന്ന് പറയുന്നത്. ആ ഒരു മെന്റാലിറ്റിയാണ് പുള്ളിക്കാരിക്ക് ഉള്ളത്. ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന രീതിയിലൊക്കെ എന്തുകൊണ്ടാണ് നീയൊക്കെ മമ്മൂട്ടിയെ ചെന്ന് പറയാത്തത്? വിവരം അറിയും. ശരിക്കും മമ്മൂക്കൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. അങ്ങേർക്ക് തോന്നണം ആരോട് സംസാരിക്കേണ്ടെന്നൊക്കെ. ആ ഒരു രീതിയിലൊക്കെ പുള്ളിക്കാരൻ നിൽക്കത്തുള്ളൂ. അനാവശ്യ കാര്യങ്ങൾക്കൊന്നും പുള്ളി പോയി തലയിടാറില്ല. മമ്മൂക്കയ്ക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാനും എസ് പറയേണ്ടടുത്ത് എസ് പറയാനും നന്നായിട്ട് അറിയാം. നീ ഒന്നും ഒരിക്കലും മമ്മൂക്കയെ കുറിച്ച് കമാന്ന ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇന്ത്യയിൽ നടക്കുന്ന സംസ്കാരശൂന്യമായ ഇത്തരം വേർതിരിവുകൾ സംസ്കാര സമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാർ പിന്തുടരുന്നു എന്നത് നമ്മുടെ. അപ്പൊ എന്തായാലും ഇനി അടുത്തായിട്ട് നമുക്ക് അൻസിബയുടെ ഒരു വോയിസ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതെന്തോ ഗ്രൂപ്പിലോ എന്തോ ഇട്ടതാണോ എന്ന് തോന്നുന്നു, നമുക്കത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ശരിക്കും കേട്ടാൽ സങ്കടം വരും കേട്ടോ. നമുക്ക് അത്രയും രീതിയിൽ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് വെച്ച് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. ഒരു പെണ്ണിനെ എങ്ങനെ നശിപ്പിക്കാവോ അതിന്റെ എക്സ്ട്രീം അങ്ങ് നശിപ്പിക്കുവാണ്. എന്തായാലും നമുക്ക് അൻസിബയുടെ വോയിസ് ഒന്ന് കേട്ട് തരുമ്പോ. അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനക്കുറുപ്പ് ചേച്ചി വന്നു. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. കേട്ടല്ലോ, ഉള്ള കാര്യം തന്നെയാണ് നീനക്കുറുപ്പ് പരാതി കൊടുത്തിരിക്കുന്നത്. അമ്മയില് പരാതി കൊടുത്തിട്ട് യാതൊരുവിധ പ്രയോജനമില്ലെന്ന് വിചാരിച്ച് തന്നെയാണ് പബ്ലിക്കിൽ വന്ന് ഈ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയത് പുള്ളിക്കാരി. അതിന് യാതൊരുവിധ തെറ്റുമില്ല. അമ്മയില് നിൽക്കുന്ന പ്രസിഡന്റ് ആയിക്കോട്ടെ, ആരൊക്കെ ആയിക്കോട്ടെ, യാതൊരു പ്രയോജനമില്ല ഇവരെയൊന്നും കൊണ്ട്. ചുമ്മാ കയറി ആ ഒരു സ്ഥാനത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന് വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? ഒരു സ്ത്രീയല്ലേ ഇങ്ങനെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? അതെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് റെസ്പെക്ട് ചെയ്തൂടെ? ഇനി പറഞ്ഞാൽ നിങ്ങൾ ഏതോ മായാലോകത്ത് നടക്കുക, കംപ്ലൈന്റ് പോലും മൈൻഡ് ചെയ്യുന്നില്ല. വേദാമേനോൻ പറയുന്നത് എന്തുവാണ്? ഇതൊക്കെ എന്ത് വിവാദമാണ്, ഇതൊക്കെ കാണുന്ന കാഴ്ചപ്പാടിന്റെയാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരി വന്നെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അൻസിബയോട് ഭയങ്കര റെസ്പെക്ട് ആണ് എനിക്കുള്ളത്. എല്ലാത്തിന്റെയും റിയൽ ഫേസ് ഒറ്റക്ക് നിന്ന് കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ അൻസിബ ഇവിടെ ഒരു കാരണവശാലും തകർന്നു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൃശ്യത്തിൽ അഭിനയിച്ച് മോഹൻലാലിന്റെ കൂടെ മകളായിട്ട് അഭിനയിച്ച് 200 കോടി മേളില് ക്ലബിൽ കയറിയിരിക്കുകയാണ് ആ സിനിമ ദൃശ്യം 3. ആ മൂവി എന്തായാലും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും. മോഹൻലാൽ എന്ന നടനെ ഉൾപ്പെടെ ചേർത്താണ് അൻസിബയെ ഈ പറയുന്നത്. ഇതൊക്കെ ഒരു സ്ത്രീക്ക് കിട്ടാവുന്നതിന്റെ ഏറ്റവും അങ്ങേയറ്റമാണത്. ഇവന്റെ ഒന്നും പടങ്ങളൊന്നും ഒരിക്കലും ആരും പോയി കാണരുത്. ടിനി ടോമിന് പ്രത്യേകിച്ച് പടവും ഇല്ല, അത് വേറെ കാര്യം. എന്തായാലും ബാക്കി കൂടെ കേൾക്കാം. കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്.
എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന്. അപ്പൊ ഇത്രയേ ഉള്ളൂ വോയിസ്. ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ, പഠിച്ചാലേ പാടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ സംഭവങ്ങളാണ് അമ്മ അസോസിയേഷനിൽ നടക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും ക്യാരക്ടർ മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇനി എന്തായാലും അൻസിബ കൂടുതൽ പ്രൂവ് ചെയ്യണമെന്നില്ല. ജനങ്ങൾക്ക് ഇതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും ഈ പറയുന്ന ടിനി ടോമിനെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോവുക. ഇവനൊന്നും ഒരിക്കലും ഇനി ഒരു സ്ത്രീയെ പറ്റിയും ഒന്നും മോശമായിട്ട് സംസാരിക്കരുത്. പിന്നെ വേറൊരു കാര്യം, ഈ അമ്മയിൽ നിന്നും പുറത്താക്കണം, ചവിട്ടി പുറത്താക്കണം ഈ പറയുന്നവനെ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.